അടിപൊളിയായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ഒരു മൗ പിങ്ക് ഷെയ്ഡിലേക്കുള്ള ഒരു കുർത്തി, അതും അൻവിറ്റ ബ്രാൻഡിലേക്ക് വന്നേക്കുന്ന കേട്ടോ. 6 പാനൽസ് ചെയ്ത് വന്നിട്ട് ഏലയും കട്ടിങ് കൊടുത്തേക്കുന്ന ഒരു ടോപ്പാണ്. അപ്പൊ ഇതിന് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്, പോക്കറ്റിലേക്ക് ഞാൻ കൈ ഇടുന്നില്ല, എന്റെ ക്യാനിലെ ആയിട്ട് അത് കയറുകയല്ല. അപ്പൊ ഇതിന്റെ യോക്ക് പോർഷനിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് വന്നേക്കുന്ന ഒരു പ്രിന്റ് ഉള്ള ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫാൻസി മിറേഴ്സിന്റെ ഒരു ഹാൻഡ് വർക്കും വരുന്നുണ്ട്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കും സെയിം ആ പാച്ച് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാൻസി മിറേഴ്സിന്റെ ഹാൻഡ് വർക്കും ഇടാൻ വേണ്ടിയിട്ട് സൂപ്പർ കംഫർട്ടബിൾ ആണ്. ബിക്കോസ് എല്ലാവർക്കും തന്നെ അറിയാം, അൻവിറ്റ എടുത്ത് യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാം 100% കോട്ടണാണ് ഇതിനകത്താക്കി അവർ യൂസ് ചെയ്യുന്ന ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മളിപ്പോൾ അല്ലാതെ ഇപ്പം നമ്മൾ 3-piece സെറ്റും അല്ലാതെ കോട്ടന്റെ കുർത്തീസ് ഒക്കെ ചെയ്യുന്നതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോട്ടൺ എന്ന് പറഞ്ഞാലും അതിനകത്തേക്ക് കുറച്ചൊരു പോളിസ്റ്റർ മിക്സിങ് വരാറുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ചോദിച്ചു കഴിയുമ്പോൾ ഇപ്പം മില്ലുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ടത് ഇത് കുറേ നാളത്തേക്ക് നിൽക്കണം, അതിന്റെ കളർ പോകാൻ പാടില്ല, കളർ ഫെയ്ഡ് ആവാൻ പാടില്ല, അങ്ങനത്തെയൊക്കെ ആവശ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവരും ഇപ്പോൾ കുറേയൊക്കെ അതിനകത്തേക്ക് പോളിസ്റ്റർ മിക്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ്. റേറ്റ് വരുന്നത് 949 ആണ്. അപ്പം അൻവിറ്റയുടെ കുർത്തീസിനകത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് സൈസ് ചാർട്ട് നോക്കിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ലാർജ് സൈസായി യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു എയർലൈൻ കട്ടിങ് ഒക്കെ വന്നേക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയൊരു കുഴപ്പം ഉണ്ടാവത്തില്ല. എപ്പോഴാണ് നമ്മൾ ഒരു സൈസ് ചാർട്ട് നോക്കിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക കേട്ടോ.